അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളും ഇനി അങ്ങോട്ട് ഇന്ത്യക്കാരെ പൂർണ്ണമായി ഒഴിവാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള സമീപനമാണ് പലയിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പല രാജ്യങ്ങളിലും കുടിയേറ്റ നിയമത്തെ ശക്തമായി എതിർത്തുകൊണ്ടാണ് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ നിലകൊള്ളുന്നത്. അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും പലയിടത്തും നടക്കുന്നു. ബ്രിട്ടനിൽ കുടിയേറ്റക്കാർക്കെതിരെ, കുടിയേറ്റ നിയമത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. ഓസ്ട്രേലിയയിലും കാനഡയിലും കുടിയേറ്റത്തിനെതിരെ അതിശക്തമായ നിലപാടുകളാണ് അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പോലും പറയുന്നത് പുതിയ വിസയിൽ ആളുകൾ ഇന്ത്യയിൽ നിന്നുള്ള, പ്രത്യേകിച്ച് ഇന്ത്യക്കാരെയൊക്കെയാണ് അദ്ദേഹം കൂടുതലായി ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ആളുകൾ വിദേശത്തേക്ക്, അമേരിക്കയിലേക്ക് വരണ്ട എന്ന നിലപാടിലേക്കാണ് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഹയർ നിയമം പ്രകാരം അമേരിക്കൻ കമ്പനികൾ ഇന്ത്യൻ കമ്പനികൾക്ക് വർക്ക് നൽകുന്നതിനെയാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. അത്തരം രീതിയിൽ പ്രത്യേകിച്ച് IT മേഖലകളിലൊക്കെ വലിയ തോതിൽ അമേരിക്കൻ കമ്പനികളുടെ വർക്കുകൾ നാം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒട്ടുമിക്ക കമ്പനികൾക്കും ഏറ്റവും കൂടുതൽ വർക്ക് കിട്ടുന്നത് അമേരിക്കൻ കമ്പനികളിൽ നിന്നാണ്. അങ്ങനെ കിട്ടുന്ന വർക്കുകൾ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യക്കാർക്ക്, അതായത് വിദേശ രാജ്യമായ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കണ്ട എന്ന നിലപാടാണ് ഇപ്പോൾ അമേരിക്കൻ ട്രംപ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വർക്ക് കൊടുക്കുന്ന കമ്പനികൾക്ക് വലിയൊരു ശതമാനം, 25% മുകളിൽ ടാക്സ് നികുതി ചുമത്താനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത്തരം കമ്പനികൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ നിർത്താനും അദ്ദേഹം ഉദ്ദേശിക്കുന്നു. അങ്ങനെ വന്നാൽ ഒട്ടുമിക്ക അമേരിക്കൻ കമ്പനികളും ഇന്ത്യൻ കമ്പനികൾക്ക് വർക്ക് നൽകാതെയാവും. പല IT കമ്പനികളും വലിയ തോതിൽ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നത് അമേരിക്കയിൽ നിന്നാണ് എന്ന കാര്യം ഓർക്കണം. ഒട്ടേറെ പ്രൊഫഷണലുകൾ, നമ്മുടെ പ്രമുഖ IT കമ്പനികളിലൊക്കെ ഒട്ടേറെ പ്രൊഫഷണലുകൾ വർക്ക് ചെയ്യുന്നത് അമേരിക്കൻ കമ്പനികളെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. ഇത് ഇവിടെ ജോലി ചെയ്യുന്ന ബാംഗ്ലൂരും കൊച്ചിയിലും അതുപോലെ ഹൈദരാബാദിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് IT പ്രൊഫഷണലുകളെ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അമേരിക്ക എടുക്കുന്ന ഈ പുതിയ നിലപാടുകളൊക്കെ തന്നെ ഇന്ത്യയെ വലിയ തരത്തിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒട്ടേറെ പ്രൊഫഷണലുകൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ പല കമ്പനികളും പുതിയ നിയമങ്ങളൊക്കെ വരുന്നതോടുകൂടി, ഹെയർ ആക്റ്റൊക്കെ വരുന്നതോടുകൂടി വലിയ പ്രതിസന്ധിയിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഉക്രൈനെ സഹായിക്കാൻ ചൈനയും ഇന്ത്യയും റഷ്യക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. ഉക്രൈൻ യുദ്ധത്തിന് ഇന്ത്യയുടെയും ചൈനയുടെയും വലിയ സാമ്പത്തിക സഹായം റഷ്യക്ക് ലഭിച്ചു എന്ന് ട്രംപ് പറയുമ്പോൾ അത് ഇന്ത്യയോടുള്ള കടുത്ത അമർഷമാണ് ട്രംപിനുള്ളത്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനോട് ഇന്ത്യക്ക് വലിയ തീരുവ ചുമത്താനാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം നിരന്തരം ഇത് ആവർത്തിക്കുകയും ചെയ്യുന്നു. തന്നെയുമല്ല, അദ്ദേഹം പറയുന്നു 7 യുദ്ധങ്ങൾ അദ്ദേഹം നിർത്തുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നിർത്തി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്താൻ കാരണം തൻ്റെ നിലപാടുകളാണ്, താൻ ഇടപെട്ടുകൊണ്ടതാണെന്ന് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നു. എന്തു തന്നെയായിരുന്നാലും ട്രംപിൻ്റെ നിലപാടുകളൊക്കെ തന്നെ, ഇപ്പോഴത്തെ നിലപാടുകളൊക്കെ തന്നെ ഇന്ത്യയുടെ വളർച്ചയെ അദ്ദേഹം ഒരു തരത്തിലും, ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ വളർച്ചയെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലാണ്, ഇവിടുത്തെ പല മേഖലകളെയും തളർത്തുന്ന തരത്തിലാണ് അദ്ദേഹം നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഡോളർ പലപ്പോഴും ഇന്ത്യൻ രൂപ ഡോളറിനോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ തകർന്നു പോകുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ട്രംപ് എടുക്കുന്ന ചില നിലപാടുകൾ രാജ്യത്തിന് വലിയ തോതിൽ ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല.